നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനിയൊരു വ്യത്യസ്തനായ ചിത്രകാരനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അഞ്ജാനി പ്രകാശ് ലൈറ്റും. യുഎയിലുള്ള ആളുകൾ സ്നേഹത്തോടുകൂടി കളർ മാൻ ഓഫ് യുഎഇ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട അഞ്ജാനിയുടെ കഥയറിയാം. വയസ്സ് 83 ആയെങ്കിലും നിറങ്ങളുടെ ലോകത്ത് ഇന്നും വിസ്മയങ്ങൾ തീർക്കുകയാണ് അഞ്ജാനി പ്രകാശ് ലൈറ്റു. സ്നേഹപൂർവ്വം ഇവിടെയുള്ള ആളുകൾ കളർ മാൻ ഓഫ് ദുബായ് എന്ന് വിളിക്കുന്ന അഞ്ജാനി. ക്യാൻവാസിന് പുറമെ വസ്ത്രങ്ങളിലും ബെൽറ്റിലും ഷൂവിലും എന്നുവേണ്ട കാണുന്ന സ്ഥലങ്ങളെല്ലാം അഞ്ജാനിക്ക് ക്യാൻവാസാണ്. വർണ്ണങ്ങളുടെ മനോഹര പ്രപഞ്ചം തീർക്കുകയാണ് ഈ ലക്നൌകാരൻ. People now they expect me to wear every time color painted clothes, because somehow I don't know, local people, local art fraternities, they start calling me color man of Dubai. I enjoy putting colors in a manner that you start enjoying them. Colors you can throw also. Colors are colors, they are beautiful always. But a systematic placement on the canvas gives a special joy to you, which I enjoy. And I always try to pass on this journey of my painting enjoyment of the colors, that I want to pass on to my people who come to my exhibition or who buy my paintings to hang in the house. They also should enjoy that. ഓരോ നിമിഷവും ആഘോഷമാക്കുകയാണ് അഞ്ജാനി. 55-ാം വയസ്സിലാണ് അഞ്ജാനി ദുബായിലെത്തുന്നത്. ജബൽ അലിയിലെ ഒരു കമ്പനിയിലേക്ക് 3 വർഷ കരാറിലായിരുന്നു ഇവിടെ എത്തിയത് എങ്കിലും റിട്ടയർ ചെയ്യുന്നതുവരെ അത് തുടർന്നു. നീണ്ട 34 വർഷങ്ങൾ ഇന്ത്യയിലെ ഒരു പേപ്പർ മിൽ ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്നു അഞ്ജാനി പ്രകാശ്. ഇന്ത്യയിലെ പല നഗരങ്ങളിലും ജോലി ചെയ്ത ശേഷമാണ് അഞ്ജാനി ദുബായിലെത്തുന്നത്. ഈ നഗരം അഞ്ജാനിയെ ചേർത്ത് പിടിച്ചു. In 1995, in connection with putting up a glass bottle making plant in Jebel Ali. I was 55 that time, and there was a decision to be made whether I should come or not come to Dubai. But anyway, you cannot control your destiny, so I came here, and probably for good. And for 2001, I worked with those company as a contract for 3 years, but it extended to 5 years, and I retired in 2001. റിട്ടയർമെന്റിന് ശേഷം എന്തു ചെയ്യണമെന്ന് സംശയമായിരുന്നു ആദ്യം. പക്ഷേ എല്ലാവരെയും പോലെ റിട്ടയർമെന്റ് ജീവിതം വെറുതെ തീർക്കാൻ അഞ്ജാനി തയ്യാറായിരുന്നില്ല. ചെറുപ്പത്തിലെ നിറങ്ങളോടൊക്കെ ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിന്റെ വിഷമം അലട്ടിയിരുന്നു. അത് തീർക്കാൻ തന്നെ തീരുമാനിച്ചു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ചിത്രരചന ശാസ്ത്രീയമായി പഠിക്കാൻ തീരുമാനിച്ചു അഞ്ജാനി. അന്ന് വയസ്സ് 60 പിന്നിട്ടിരുന്നുവെങ്കിലും മനസ്സൊരിക്കലും വെറുതെ ഇരിക്കാൻ ഒരുക്കമായിരുന്നില്ല. അന്ന് 3 വർഷത്തെ കോഴ്സിന് ചേരുകയും വിജയകരമായി അത് പൂർത്തിയാക്കുകയും ഷാർജയിൽ എക്സിബിഷൻ സംഘടിപ്പിക്കുകയും ചെയ്തു അഞ്ജാനി. When I came to Dubai after retirement, I thought what to do, and then I joined Sharjah Art Institute for 3 years course in Sharjah Art Institute. I studied there with some Irani painters and artists, and then it was the Sharjah art school was with Sharjah government, and they had a club, Sharjah Arab Cultural Club in Sharjah. So they arranged my exhibition, first exhibition in Arab Club. അന്നത്തെ എക്സിബിഷൻ വലിയ ശ്രദ്ധ നേടി. സർക്കാർ മാഗസിനുകളിലടക്കം അഞ്ജാനി താരമായി. പിന്നീട് ഷാർജയിലും ദുബായിലും നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രദർശനങ്ങളിലെയും സ്ഥിര സാന്നിധ്യമായി അഞ്ജാനി ഉണ്ടാകും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ സമ്മേളിക്കുന്ന വേൾഡ് ആർട്ട് ദുബായിൽ കഴിഞ്ഞ 6 വർഷമായി സ്ഥിരം സാന്നിധ്യമാണ് ഈ മനുഷ്യൻ. സ്വന്തമായി സ്റ്റാൾ ഒരുക്കിയാണ് വേൾഡ് ആർട്ട് ദുബായിൽ അഞ്ജാനി വ്യത്യസ്തനാകുന്നത്. Once I came to this exhibition, I qualified there,
Then there was no looking back. I was taking a part in all the exhibitions. I was a member of, it is a very prestigious artist society, Sharjah, Emirates Fine Art Society in Sharjah. That is the prestigious, and they don't allow members to become like at random. They will select with a committee of 8-10 people, they select. And I am a prestigious member of Fine Art Society of UAE, Emirates Fine Art Society. And I'm taking part in World Art Dubai for last 6 years, continuously without a stop. Where I'm having my own stall there. ജീവിതത്തെ പോസിറ്റീവായി കാണുക എന്നതാണ് അഞ്ജാനിയുടെ പോളിസി. സമയം കഴിഞ്ഞുവെന്ന് പരാതിപ്പെടാതെ സധൈര്യം ഓരോ നിമിഷവും ആഘോഷമാക്കുക, അതാണ് താൻ സ്വീകരിക്കുന്ന മാതൃക എന്ന് പുഞ്ചിരി പൊഴിച്ച് അഞ്ജാനി പറയും. അതിനാൽ തന്നെ ഈ 83-ാം വയസ്സിലും ഊർജ്ജസ്വലനാണ് ഈ മനുഷ്യൻ. മുഴുവൻ സമയവും നിറങ്ങളും അഞ്ജാനിക്ക് ചുറ്റുമുണ്ട്. തൻ്റെ സന്തോഷമാണ് ഈ വരയിലൂടെ താൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതിനാൽ തന്നെ ചിത്രങ്ങൾ തയ്യാറാക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കുന്നില്ല ഈ ലക്ടോക്കാരൻ. I'm doing very well. There's no problem for me. I'm enjoying my life with whatever I'm doing. Secondly, I'm very happy because I am not living on painting. So sale is not my problem. If I don't sell, then I will not be able to lead a good life. So that is not my problem. For last many years, I am in abstract. And abstract, I believe, the other paintings which generally people do, either portraits or landscapes or realistic, they are just copies. I had done that lot of work, but I am not very happy of copying. I think probably doing a small work of abstract which is your own is much better than what you copy from either a face or a nature or landscape or a bird or a peacock or a flower. I don't really enjoy doing that. So I evolved my own style. It is eternal joy. I cannot explain what I feel, but I think I'm living because I'm painting. നിറങ്ങളുടെ ലോകത്ത് ഇനിയുമേറെ നടക്കാനുണ്ട് എന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ദുബായ്ക്കാരുടെ സ്വന്തം കളർ മാൻ ഓഫ് ദുബായ്. ഒമാനിലെ തുറമുഖ നഗരമായ സൊഹാറിനെയും അബുദാബിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിലിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും പുതിയ കാഴ്ചകളിലേക്കാണ് ഇനി കടക്കുന്നത്. ഇരു രാജ്യങ്ങളിലെയും ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നതാണ് ഹഫീദ് റെയിൽ പദ്ധതി. ഒമാനെയും UAEയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ റൂട്ടിലെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങൾ കണക്കിലെടുത്ത് ഏറ്റവും നൂതന എഞ്ചിനീയറിംഗ് രീതികളാണ് പദ്ധതിക്കായി സ്വീകരിച്ചിരിക്കുന്നത്. ഹഫീദ് റെയിൽ പാതയിൽ 2.5 കിലോമീറ്റർ വീതമുള്ള 2 തുരങ്കങ്ങളും 36 പാലങ്ങളും ഉണ്ടാകും. 2022 UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ ഒമാൻ സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ റെയിൽവേ ശൃംഖല സ്ഥാപിക്കാൻ ധാരണയിലെത്തിയത്. ഒമാനിലെ തുറമുഖ നഗരമായ സുഹാറിനെ UAE തലസ്ഥാനമായ അബുദാബിയെയും ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. യാത്രാ ചരക്ക് സേവനങ്ങൾ നൽകുന്നതിനായി 303 കിലോമീറ്റർ ദൂരത്തിലാണ് പദ്ധതി ഒരുക്കുന്നത്. ഉയർന്ന അന്താരാഷ്ട്ര സുരക്ഷയും പാരിസ്ഥിതിക മാനദണ്ഡങ്ങളും സ്വീകരിച്ചായിരിക്കും നിർമ്മാണം. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയായിരിക്കും പാസഞ്ചർ ട്രെയിനിനുണ്ടാവുക. ചരക്കു ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ 120 കിലോമീറ്റർ ആയിരിക്കും. പദ്ധതി പൂർത്തീകരിച്ചാൽ മേഖലയിൽ ചരക്ക് യാത്രാരംഗത്ത് വലിയ മാറ്റമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സുഹാറിലും അലൈനിലും പാസഞ്ചർ സ്റ്റേഷനുകളും ബുറൈമി, സുഹാർ, അലൈൻ എന്നിവിടങ്ങളിൽ ചരക്ക് സ്റ്റേഷനുകളും ഉണ്ടാകും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ചരക്ക് ഗതാഗത രീതികളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. സുഹാറിലെ തുറമുഖം വഴി 3800-ലധികം റെയിലുകൾ എത്തിച്ചതോടെ റെയിൽവേ ലിങ്കിനായുള്ള ട്രാക്ക് ലേയിങ്ങും ആരംഭിച്ചിട്ടുണ്ട്. 25 മീറ്റർ നീളവും മൊത്തം 5700 മെട്രിക് ടൺ ഭാരവുമുള്ള 3800-ലധികം ഈ 260 ഗ്രേഡ് ട്രാക്കുകളാണ് എത്തിച്ചിട്ടുള്ളത്. ഹെവി ചരക്ക് യാത്രാ പ്രവർത്തനങ്ങൾക്കായി ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചാണ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്.
പദ്ധതി പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരവും പാരിസ്ഥിതികവുമായ സാഹചര്യങ്ങളിൽ ദീർഘകാല വിശ്വാസ്യത ഉറപ്പാക്കുന്നതാണ് റെയിലുകളെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഉയർന്ന കരുത്തുള്ള ക്ലിപ്പുകളും ബോൾട്ടുകളും ഉൾക്കൊള്ളുന്ന നൂതന ഫാസ്റ്റണിംഗ് സംവിധാനങ്ങളും ഇവയുടെ പ്രത്യേകതയാണ്. ട്രാക്കുകളുടെ വരവോടെ അടുത്ത ഘട്ട ഓൺ ഗ്രൗണ്ട് നിർമ്മാണത്തിലേക്ക് കടക്കാനും സാധിക്കും. അഫീഖ് ട്രെയിൽ UAE തലസ്ഥാനം അബുദാബിയും ഒമാന്റെ പോർട്ട് സിറ്റി സോനിയും കണക്ട് ചെയ്യേണ്ട ഒരു 238 കിലോമീറ്റേഴ്സിന്റെ റെയിൽവേ നെറ്റ്വർക്ക് ആണ്. ഇതിന്റെ ട്രെയിനിന്റെ സ്പീഡ് 200 കിലോമീറ്റേഴ്സ് പെർ അവറിൽ 1.5 hours ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഇത് GCC റെയിൽവേ നെറ്റ്വർക്കിന്റെ ഒരു പാർട്ടാണ്. അഫീഖ് ട്രെയിലിന്റെ ഫസ്റ്റ് ഫേസിന്റെ ഡെഡ് ലൈൻ 2027 ആണ്. GCC റെയിൽവേ കുവൈറ്റ് ടു ഒമാന്റെ ഡെഡ് ലൈൻ 2030 ആണ്. ഇതിൽ UAEയും സൗദി അറേബ്യയിലും ഓൾറെഡി റെയിൽവേ നെറ്റ്വർക്ക് ഓപ്പറേഷണൽ ആയിട്ടുണ്ട്. ഒമാന്റെ 27 ആകുമ്പോഴേക്ക് ഓപ്പറേറ്റ് ആവും. ഈ പ്രോജക്റ്റിൽ 2,500 meters long tunnels, 36 viaducts, 21 overbridges, 881 culverts, പിന്നെ യൂറോപ്യൻ സിഗ്നലിംഗ് സിസ്റ്റം ആണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അസിയാദ് ഗ്രൂപ്പ്, ഇത്തിഹാദ് റെയില്, മുബാദല എന്നിവ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഭാഗമായാണ് ഹഫീദ് റെയിൽ പദ്ധതി ഒരുങ്ങുന്നത്. ഖനനം, ഇരുമ്പ്, ഉരുക്ക്, കൃഷി, ഭക്ഷണം, റീറ്റെയിൽ, ഇ-കൊമേഴ്സ്, പെട്രോകെമിക്കൽ മേഖല തുടങ്ങി ഇരു രാജ്യങ്ങളുടെയും വിവിധ മേഖലകളുടെ വികസനത്തിന് ഹഫീദ് റെയിൽ സംഭാവന നൽകും. $300 കോടി ചെലവിലാണ് സംയുക്ത റെയിൽവേ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. പാസഞ്ചർ ട്രെയിനുകൾ സുഹാറിനും അബുദാബിക്കുമിടയിൽ 100 മിനിറ്റിലും സുഹാറിനും അലൈനുമിടയിൽ 47 മിനിറ്റിലും എത്തിച്ചേരും. പദ്ധതി പൂർത്തീകരിച്ചാൽ മേഖലയിൽ ചരക്ക് ഗതാഗത രംഗത്ത് വലിയ മാറ്റവും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഒമാന്റെ വടക്കൻ തീരത്തുള്ള നഗരമായ സുഹാറും തലസ്ഥാനമായ മസ്കറ്റും തമ്മിൽ 192 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. റെയിൽപാത വരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിനോദസഞ്ചാര സാധ്യതകളും വർദ്ധിപ്പിക്കും. ഇനി റിയാദിലേക്കാണ് യാത്ര. റിയാദിലുള്ള വാദി നമറിലെ കാഴ്ചകൾ മനസ്സിന് കുളിർമ പകരുന്നതാണ്. റിയാദ് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് തെക്കോട്ടുള്ള ദിശയിലേക്ക് ഏകദേശം 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്നതാണ് വാദി നമർ എന്ന വിനോദസഞ്ചാര കേന്ദ്രം. കുടുംബ സൗഹൃദ ബന്ധങ്ങൾ ദൃഢമാക്കാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും സംഗമിക്കേണ്ട സ്ഥലമാണ് വാദി നമർ. കൃത്രിമമായി സൃഷ്ടിച്ച മനോഹരമായ വെള്ളച്ചാട്ടവും ഒരു ഡാമും തടാകവും ആധുനിക രീതിയിൽ നിർമ്മിച്ച പാർക്കും പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്. കേരളത്തിലെ പ്രകൃതി മനോഹാരിതയും മറ്റും കണ്ടു ശീലിച്ച മലയാളികൾക്ക് ഈ കാഴ്ചകൾ ഒട്ടും പുതുമ നൽകില്ല എങ്കിലും വാദി നമർ കാണാനെത്തുന്ന ഓരോ മലയാളിയും ഏറെ അത്ഭുതത്തോടെയാണ് കാര്യങ്ങൾ വിലയിരുത്തുക. അതിമനോഹരമായാണ് കൃത്രിമ വെള്ളച്ചാട്ടവും പൂന്തോട്ടങ്ങളും അരുവികളും ഈ പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്. അൽ റിയാദ് വികസന അതോറിറ്റി വെബ്സൈറ്റിൽ നൽകുന്ന വിവരങ്ങൾ പ്രകാരം വാദി നമർ അതിന്റെ പച്ചപ്പ് പുനഃസ്ഥാപിക്കുന്നതിനുള്ള വിപുലമായ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. താഴ്വരയുടെ ഹൃദയ ഭാഗത്ത് 9,500-ലധികം മരങ്ങളാണ് വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. ഇവ പ്രകൃതി ഭംഗി വർദ്ധിപ്പിക്കുവാൻ ഏറെ സഹായിക്കും. മരുഭൂമിയിൽ കളകളനാദത്തിൽ ഒഴുകുന്ന അരുവിയും 50 അടിയോളം താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ പ്രകൃതി താളവും കൃത്രിമ തടാകത്തിന്റെ ഓളങ്ങളിൽ നീന്തിയും മുങ്ങിയും ഉല്ലസിക്കുന്ന അരയന്നങ്ങളും അതിമനോഹരമായ അനുഭവമാണ് സന്ദർശകർക്ക് ഇവിടെ പകരുക. കൂറ്റൻ മലനിരകൾ തുരന്ന് ഇരുഭാഗങ്ങളിലേക്കും റോഡുകൾ നിർമ്മിച്ചാണ് വാദി നമർ പ്രദേശത്തേക്കുള്ള വഴി ഒരുക്കിയിരിക്കുന്നത്. ഇരുഭാഗങ്ങളിലേക്കുമുള്ള വഴികളിൽ ഈന്തപ്പന മരങ്ങൾ കൊണ്ട് മനോഹരമായാണ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത്. തടാകത്തിൽ ഊളിയിട്ട് നീങ്ങുന്ന ചെറു മത്സ്യങ്ങളും സന്ദർശകരുടെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കും. സന്ദർശകർ ഇരിക്കാനും തടാകത്തിന്റെ കാഴ്ചകൾ ആസ്വദിക്കാനും പ്രത്യേകമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രദേശത്തിലൂടെ സഞ്ചരിച്ച് തടാകത്തിന്റെയും പർവ്വത നിരകളുടെയും കാഴ്ചകൾ ആസ്വദിക്കുവാൻ പ്രത്യേക നടപ്പാതകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നിരവധിയായി എത്തുന്ന സന്ദർശകർ മലകയറ്റത്തിനുള്ള അവസരവും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൂറ്റൻ മലകൾക്കിടയിൽ രൂപപ്പെട്ട അനേകം ഗുഹകളും ഈ പ്രദേശത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ആഹാരം പാകം ചെയ്യാനും പാകം ചെയ്തു കൊണ്ടുവരുന്ന ആഹാരങ്ങൾ കൂട്ടമായിരുന്ന് ആസ്വദിച്ച് ഭക്ഷിക്കാനുമാണ് സന്ദർശകർ ഈ ഗുഹകളെ പ്രയോജനപ്പെടുത്തുന്നത്. താഴ്വാരത്തോട് ചേർന്ന് നിർമ്മിച്ച വിശാലമായ പാർക്കിൽ
കുട്ടികൾക്ക് കളിക്കാനുള്ള വിശാലമായ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. നിലവിൽ തടാകത്തിൽ മീൻപിടുത്തത്തിന് അനുമതിയില്ല. ഇതുകൂടി അനുവദിച്ചാൽ സന്ദർശകർക്ക് കൂടുതൽ രസകരമാകുമെന്നും ചില സന്ദർശകർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഈ താഴ്വരയിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ നിരവധിയാണ്. തടാകവും അവയുടെ പരിസര പ്രദേശങ്ങളും മനോഹരമായി ചിത്രീകരിക്കുവാനും കുടുംബത്തോടൊപ്പം തടാകത്തിനരികിൽ ചെലവഴിക്കുവാനും ഇറച്ചി ചുട്ട് പാചകം നടത്തുവാനുമുള്ള സൗകര്യങ്ങളാണ് ഇതിൽ പ്രധാനം. ഇതിനാൽ തന്നെ സഞ്ചാരികളെ വാദിനമർ താഴ്വരയിലേക്ക് അനുദിനം ആകർഷിക്കുകയാണ്. അറബി ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബി നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.